ഓസ്ട്രേലിയയെ ദ മൈറ്റി ഓസീസ് എന്ന് വിളിക്കുന്നത് ചുമ്മാതല്ല. നീണ്ട 10 വർഷത്തിന് കാത്തിരിപ്പിനൊടുവിൽ ഓസ്ട്രേലിയ വീണ്ടും ബോർഡർ ഗവാസ്കർ ട്രോഫി ഉയർത്തി. അതിന് കാരണമായതോ പാറ്റ് കമ്മിൻസ് എന്ന ഇതിഹാസ താരത്തിന്റെ ക്യാപ്റ്റൻസി മികവും. ഇപ്പോൾ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയൻ താരങ്ങളുടെ സംഹാര താണ്ഡവത്തിനായിരുന്നു ഇന്ത്യ ഇരയായത്. പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യക്ക് പിന്നീടുള്ള മത്സരങ്ങളിൽ ആ മികവ് കാട്ടാൻ സാധിക്കാതെ പോയി. പാറ്റ് കമ്മിൻസ് എന്ന ക്യാപ്റ്റന്റെ ബുദ്ധിയും അദ്ദേഹം സജ്ജമാക്കി വിജയിപ്പിച്ച പദ്ധതികളും കാരണം ഇന്ത്യക്ക് പിന്നീട് വിജയം എന്താണെന്ന് പോലും അറിയാൻ സാധിച്ചിരുന്നില്ല. അഡ്ലൈഡിൽ നടന്ന രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയെ 10 വിക്കറ്റിനാണ് ഓസ്ട്രേലിയ തകർത്തത്. ഗാബയിൽ നടന്ന മൂന്നാം ടെസ്റ്റിലാകട്ടെ മഴ കാരണം മത്സരം സമനിലയിലും കലാശിച്ചു. ആ സമയത്ത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ഇന്ത്യക്ക് പ്രവേശിക്കണമെങ്കിൽ അവസാനത്തെ 2 മത്സരങ്ങളും ഇന്ത്യക്ക് വിജയിക്കണമായിരുന്നു. എന്നാൽ വിജയം പ്രതീക്ഷിച്ചിറങ്ങിയ രോഹിത് ശർമ്മയ്ക്കും കൂട്ടർക്കും പാറ്റ് കമ്മിൻസ് ഒരുക്കി വെച്ചത് വമ്പൻ കെടി തന്നെയായിരുന്നു. മെൽബണിൽ നടന്ന 4ാം ടെസ്റ്റ് മത്സരത്തിലാകട്ടെ മോശം ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യയെ 184 റൺസിന് പരാജയപ്പെടുത്താൻ ഓസ്ട്രേലിയക്ക് സാധിച്ചു. ഇതോടെ ഫൈനലിലേക്കുള്ള തങ്ങളുടെ രാജകീയ വരവിന് വേണ്ടി പാറ്റ് കമ്മിൻസും സൈന്യവും തയ്യാറെടുത്തു. മോശമായ ബാറ്റിംഗ് പ്രകടനം ടൂർണമെന്റിലുടനീളം കാഴ്ചവെച്ച രോഹിത് ശർമ്മയാകട്ടെ തന്റെ വ്യക്തിഗത ഉയർച്ചകളെക്കാളും വലുത് ടീമിന്റെ വിജയത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും പറഞ്ഞ് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞ് ബുംറയ്ക്ക് കൈമാറി. തുടർന്ന് വന്ന അവസാന ടെസ്റ്റിലും വിജയം പ്രതീക്ഷിച്ചിറങ്ങിയ ബുംറയെ തളയ്ക്കാൻ പാറ്റ് കമ്മിൻസിന് സാധിക്കുകയും ചെയ്തു. സിഡ്നിയിലെ ടെസ്റ്റിൽ 6 വിക്കറ്റിന് വിജയിച്ച് വീണ്ടും ഓസ്ട്രേലിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് പ്രവേശിച്ചു. പാറ്റ് കമ്മിൻസിനെ ദ മാൻ ഓഫ് വേർഡ്സ് എന്നാണ് ക്രിക്കറ്റ് ആരാധകർ വിശേഷിപ്പിക്കുന്നത്. പറഞ്ഞ വാക്ക് പാലിക്കുന്ന താരം. 2023 ഏകദിന ലോകകപ്പ് ഫൈനൽ കളിക്കുന്നതിന് മുമ്പ് കമ്മിൻസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു മത്സരം കാണാൻ വരുന്ന കാണികളെ നിശബ്ദരാക്കുമെന്ന്. അത് അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരം തോറ്റതിനു ശേഷം കമ്മിൻസ് പറഞ്ഞു, "We are still the number 1 team in the world and this particular week doesn't change that." ഗ്രൗണ്ടിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് ബോർഡർ ഗവാസ്കർ ട്രോഫി ഉയർത്തി അതിനുള്ള മറുപടിയും അദ്ദേഹം നൽകി. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി, 2023 ഏകദിന ലോകകപ്പ്, ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ആഷസ്, ഇന്ത്യക്കെതിരെ ഇപ്പോൾ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി എന്നിവയാണ് പാറ്റ് കമ്മിൻസിന്റെ കീഴിൽ ഓസ്ട്രേലിയ നേടിയ പ്രധാന നേട്ടങ്ങൾ. എന്നാൽ ഇവിടം കൊണ്ട് ഒന്നും തീരുന്നില്ല. ഓസ്ട്രേലിയയെ എന്നും 1ാം സ്ഥാനത്ത് എത്തിക്കാൻ പാറ്റ് കമ്മിൻസും സംഘവും തങ്ങളുടെ യാത്ര തുടരുകയാണ്.